ഇന്നലെ മുതൽ അലുവ അതുലിലെ കഥകൾ കണ്ടും കേട്ടും ഒക്കെ ഇരിക്കുകയാണ്. ആകെ ആ സീൻസും വിഷ്വൽസ് എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ആകെ കൂടെ ഞെരുങ്ങിയിരിക്കുകയാണ്. ഒരാളെ കുറെ പേര് കൂടി വെട്ടിക്കൊല്ലുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പം അത് ഇവർ ചെയ്ത മറ്റൊരു കൃത്യത്തിന്റെ പരിണിത ഫലമാണെന്ന് പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു. പക്ഷെ ഇത് പുറമേന്ന് കാണുന്നത് നമ്മൾ ഒരുമാതിരി പേടിക്കുകയാണ്. കാരണം പട്ടിയെ തല്ലി കൊല്ലുന്ന പോലെയോ അല്ലെങ്കിൽ എന്തോ വളരെ ഒരു മൃഗത്തെ കൊല്ലുന്ന ഒരു പരുവത്തിലേക്കാണ്, ആ ഒരു പരുവമാണ് മനുഷ്യന്മാരെയും ചെയ്യുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടി തോന്നുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവരെയൊക്കെ പിടിച്ച് പോലീസ് കോടതിയിൽ ഹാജരാക്കി കൊണ്ടുവരുമ്പോഴും യാതൊരു കൂസലും ഇല്ലാതെ വരുന്ന കാണുമ്പോൾ എന്താണ് ഇവരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് എന്ന് മനസ്സിലാകുന്നില്ല. ഇനി രണ്ടാമത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഇടുക്കിയിൽ നടന്ന ഒരു കൊലപാതകമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിയെ പിടികൂടുന്ന കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന സീൻസ് ഒക്കെ ഉണ്ടാകും. കൊല്ലപ്പെട്ട ആൾ ഓട്ടോയിൽ കിടക്കുന്ന സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതിൽ നമുക്ക് കാണാം, ഒരാള് മറ്റൊരാളെ കുത്തി വീഴ്ത്തിയതിനു ശേഷമുള്ള അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുന്നത്, നമ്മുടെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. സിനിമയിലൊക്കെ കാണുമ്പോൾ നമുക്കൊരു റിയാലിറ്റി അല്ല, അവർ ആർട്ടിഫിഷ്യൽ ആയിട്ടാണെങ്കിലും അവർ ഉണ്ടാക്കി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോഴത്തെ സിനിമകൾ എന്താ പറയാ, മുന്നോട്ടേക്ക് വരുന്നതനുസരിച്ച് ചിലപ്പോൾ അതൊക്കെ ഒരു ഒറിജിനൽ രീതിയിലേക്കൊക്കെ, ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിക്കുന്ന രീതിയിലൊക്കെയാണ്. ഇത് റിയൽ ആയിട്ട് നടന്ന സംഭവം ഓരോരുത്തർ ക്യാമറയിൽ പകർത്തിയതൊക്കെയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തരുടെ മനസ്സ് എപ്പോഴാണ് മാറുന്നത് അല്ലെങ്കിൽ അവൻ എപ്പോഴാണ് ടെറർ ആകുന്നത് എന്ന് പറയാൻ പറ്റില്ല. മനസ്സാണ് എല്ലാത്തിൻ്റെയും ഒരു കാര്യം. കാരണം ചിലപ്പോൾ ഓരോരുത്തർക്ക് ഓരോ നിമിഷം മതി ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ. ചിലപ്പോൾ ഒരാൾക്ക് ഒരു നിമിഷം മതി അവനെ ഒരുത്തനെ തീർത്തേക്കാന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ തീർക്കാൻ പോകും. ഇത് ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് എന്തുകൊണ്ടാണ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് അറിയത്തില്ല. കാരണം ഇത്രയും ക്രൂരമായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വളരെ എന്താ പറയുന്നത്, ഒരു അപ്പനും അമ്മയ്ക്കും ഒക്കെ ജനിച്ച് കുട്ടിയായിരുന്നു വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ അവർക്കുണ്ടാകുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ തലയിൽ കയറി ചിലപ്പോൾ ഹീറോയിസം കാണിക്കാനായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെയോ നമുക്കറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാണുമ്പോൾ തന്നെ ഭയങ്കര നമുക്ക് പേടി തോന്നുന്ന പല പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഓരോ ദിവസങ്ങളിൽ വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ പത്രം വായിക്കുമ്പോൾ ഇന്ന് സ്ഥിരം കൊലപാതകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. നമ്മൾ വായിച്ച് തഴമ്പിച്ച ഒരു അവസ്ഥയാണ്. ഇത് തന്നെയാണ് ചിലപ്പോൾ വായിച്ച് പേജ് മറിച്ചു ഇത് സ്ഥിരം പാറ്റേൺ ആവുകയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് എവിടെ നിന്ന് നിർത്തണം എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. കാരണം നമ്മുടെ ഗവൺമെന്റിന് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അറിയത്തില്ല. കാരണം എപ്പോഴും ഡെവലപ്മെന്റ് എന്നുള്ളൊരു ആശയത്തിൽ കൂടെ ഗവൺമെന്റ് പോകുന്ന സാഹചര്യത്തിൽ ഡെവലപ്മെന്റ് നടക്കുന്ന കൂടെ തന്നെ മനുഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഭിന്നിപ്പും ഭീകരതയും എങ്ങനെ ഒഴിവാക്കാം നിർത്താം എന്നുള്ള കാര്യത്തെക്കുറിച്ചും പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനത്തെ ഭീകരമായ സീനൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുന്നത്, ഒരു ഒരു പേടിയുണ്ട്. എത്ര വലിയ മനുഷ്യനാണേലും ഒരിക്കലെങ്കിലും ഉള്ളിൽ ഒരു ഭയമൊക്കെ ഉണ്ടാകും. കാരണം ഇത്ര ഭീകരമായ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന വരണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു കെട്ടണമെങ്കിൽ പാടാം. പോട്ടെ, ഇല്ലെങ്കിൽ ഒരു പോത്ത് വരണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു കെട്ടാൻ പാടാണ്. എന്താണ് ചെയ്യുന്നതെന്ന് പോത്തിനും അറിയത്തില്ല, എന്താ ചെയ്യേണ്ടതെന്ന് മനുഷ്യന്മാർക്കും അറിയത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഒരു മനുഷ്യൻ ആക്രമണ സ്വഭാവം പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താ കാണിക്കുന്നതെന്ന് അവനും അറിയത്തില്ല, അല്ലെങ്കിൽ എന്താണ് അവൻ ചെയ്യാൻ പോകുന്നതെന്ന് അടുത്ത് നിൽക്കുന്ന ആളുകൾക്കും അറിയത്തില്ല. ഓടി രക്ഷപ്പെടാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ പറ്റുള്ളൂ. ഓടി രക്ഷപ്പെടാൻ പോലും പറ്റില്ല. ഇപ്പം അക്രമി എന്താണ് വിചാരിക്കുന്നത്, ആരെ എങ്ങനെയാ ടാർഗറ്റ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. ഇവരൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ആദ്യമേ തന്നെ കാല് അടിച്ചൊടിച്ചിട്ടതിന് ശേഷമാണ് ബാക്കി പറയാൻ തന്നെ പറ്റുന്നില്ല. അത്ര ഭീകരമായ കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടയിടാനായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്താണ് ഉണ്ടാകുന്നതെന്ന് കാണാൻ കൊതിയുണ്ട്. കാരണം
ഇതിനെയൊക്കെ തടയാനായിട്ട് എന്താ വഴിയുള്ളതെന്ന്. അതോ ഇങ്ങനെ പോട്ടെ, കൊന്നും കുത്തിയും അല്ലെങ്കിൽ തല്ലിയും കൊന്നും ചത്ത് ഒടുങ്ങി തീരട്ടെ എന്നുള്ളൊരു മൈൻഡിലാണോ പോകുന്നത് അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ ജയിലുകളിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ പോലീസ് പിടിച്ച് കോടതി ശിക്ഷിച്ച് ജയിലിലേക്ക് പോകുന്ന ഈ പറയുന്ന പ്രതികളെല്ലാം സുഖവാസത്തിന് പോകുന്ന ഒരവസ്ഥയാണ്. കാരണം നമ്മൾ പല ഇതും കണ്ടിട്ടുണ്ട്. പല കുറ്റവാളികളും ഉള്ളിൽ പോയതിനു ശേഷം തിരിച്ച് ഉള്ളിലേക്ക് പോയ ഒരു സിറ്റുവേഷനിൽ തിരിച്ച് മിടുക്കന്മാരായിട്ട് തിരിച്ചു വരുന്ന കാണാം. അറിയില്ല ഇത് എന്തൊരു സിസ്റ്റമാന്നുള്ള കാര്യം. പക്ഷേ കാണുമ്പം ഭയങ്കര ഇങ്ങനത്തെ ഭീകരാന്തരീക്ഷമൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളു പിടയുകയാണ്. കാരണം ഒരാളുടെ മനസ്സ് എന്താ പറയുന്നത്, ചോര കാണുമ്പം പേടിയില്ല, ചോര കാണുന്ന ഹരമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പം തന്നെ എന്തൊരു നാടും എന്തൊരു മനുഷ്യന്മാരുമാണെന്ന് ചിന്തിച്ചു പോവുകയാണ്. കുറേ പാവപ്പെട്ട മനുഷ്യന്മാരുണ്ടാവും, ചിലപ്പോൾ ഒന്നും അറിയാൻ മേലാതെ ഏതെങ്കിലും ഒരുത്തന്റെ കത്തിക്കൊക്കെ ഇരയാകുന്ന സാഹചര്യങ്ങൾ ഭയങ്കര ഇതാണ്. ഇന്നലത്തെ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അവരെ ആരെയും ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു സംസാരമല്ല സംസാരിക്കുന്നത്. പൊതുവെ ഇങ്ങനെ കത്തിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി വെട്ടിയും ചാകാനാണെങ്കിൽ എന്തിനിങ്ങനെ മനുഷ്യജന്മം എന്ന് ചിന്തിച്ചു പോവുകയാണ്. ആ ചിന്തകളാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് ശ്രമിച്ചത്.